മനസ്സിലാക്കിയെടുത്തോളം ആളപായമൊന്നുമില്ല എന്നുള്ളതാണ്. അപകടാവസ്ഥയിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയ കാര്യങ്ങൾ. അവിടെ തീപിടുത്തം നടന്നു, അവിടെ അടച്ചുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നം ഇതുവരെ ഞങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ല. നോക്കാം, പരിശോധിക്കാം. ഓക്കെ. ഇതിനകത്ത് ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നല്ലേ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്? കേട്ടില്ല. ഇതിനകത്ത് ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നല്ലേ? അറിയില്ല, അങ്ങനൊരു വിവരം നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ആളപായമൊന്നും ഉണ്ടായിട്ടാണ് മനസ്സിലാക്കുന്നത്. തീപിടുത്തത്തിൻ്റെ ഭാഗമായി അവിടെ പോലീസ് ഫോഴ്സ് വന്നു, രക്ഷാപ്രവർത്തനം നടന്നു, പിന്നെ ഫയർഫോഴ്സ് നല്ല നിലയിൽ ഇടപെടുന്നു. ആളപായമുള്ളതായി നമ്മുടെ മുമ്പിലില്ല. നോക്കാം, പരിശോധിക്കാം. ഗോഡൗണല്ലേ പ്രവർത്തിക്കുന്നത്? തീർച്ചയായും മേലെ വസ്ത്രങ്ങളുടെ മൊത്ത വ്യാപാര കേന്ദ്രമാണ്. റീറ്റെയിൽ സ്ഥാപനങ്ങൾ അനുബന്ധമായിട്ടുണ്ട്. മറ്റപകടത്തിലേക്ക് പോയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. തീ അണക്കുന്ന പ്രവർത്തനം നടക്കുന്നത്. കൂടുതലെന്തോ സംഭവിച്ചോ എന്നുള്ളത് നമുക്ക് നോക്കാവുന്നതാണ്. തീ അണയ്ക്കുന്നതിന് വേണ്ടി കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എന്തെങ്കിലും അധികമായി മറ്റു ജില്ലയിൽ നടക്കം ക്രമീകരിക്കുന്നു? വണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫയർഫോഴ്സിൻ്റെ മറ്റ് സംവിധാനങ്ങൾ മറ്റു ജില്ലകളിൽ നിന്നും കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. വെല്ലുവിളി തീ അണയ്ക്കുന്നതിൽ നേരിടുന്നുണ്ട്. തുണി ആയതുകൊണ്ട് ആളിക്കത്താൻ 1 മണിക്കൂറിലധികമായിട്ട് അത് ടെക്സ്റ്റൈൽ പ്രോഡക്ട്സ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെതായ ഒരു തീ ആളിക്കത്താണ്. അണഞ്ഞത് കൊണ്ടും കത്തുന്നു. ഇപ്പോൾ ഇതാ അണഞ്ഞു കഴിഞ്ഞു. അത് അതിൻ്റെ ചിലതരം പ്രത്യേകതരം മെറ്റീരിയൽ ഉണ്ടായതുകൊണ്ടായിരിക്കും വീണ്ടും കത്തിക്കൊണ്ട്. ഇപ്പോൾ അണഞ്ഞു കഴിഞ്ഞു. നേരത്തെ കുറൽപ്പം മുമ്പ് നന്നായി കത്തിയിരുന്നു. ഇപ്പം ശമിച്ചിട്ടുണ്ട്. തീ നിയന്ത്രണ വിധേയമാണ് നമുക്ക് പറയാൻ കഴിയും. നിയന്ത്രണ വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് ആവശ്യത്തിന് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു. രക്ഷാപ്രവർത്തനം നന്നായി നടക്കുന്നുണ്ട്. കൂടുതൽ അപകടത്തിലേക്ക് പോകാതിരിക്കാനുള്ള സംവിധാനമൊക്കെ ഇവിടെ സജ്ജമാണ്. ആദ്യത്തെ കാണുന്നില്ല. അതൊരു പ്രത്യേക ബ്ലോക്കാണ്. കൂടുതൽ വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇവിടെ അണച്ചണച്ച് പോകുന്നുണ്ട്. അതിനിടയിൽ അതിൻ്റെ സംവിധാനങ്ങൾ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അവർ നല്ല പ്ലാനിങ്ങിലാണ് പോകുന്നത്. ആവശ്യമായ മറ്റ് സഹായങ്ങൾ നഗരത്തിലെല്ലാ സ്ഥാപനങ്ങളും കോർപ്പറേഷൻ സംഘടനകളൊക്കെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം മറ്റ് സംവിധാനങ്ങളെല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിയന്ത്രണ വിധേയമാണ് നമുക്ക് പറയാനാണ് എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നോക്കാം. ജിംസെ, അതാണ് ജനപ്രതിനിധികളടക്കമുള്ളവർ പറയുന്നത്. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഇത് ഗോഡൗൺ സ്വഭാവത്തിലേക്ക് സാധനങ്ങൾ സൂക്ഷിക്കുന്ന കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത്. അത് തൊഴിലാളികളോ മറ്റോ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഷബീർ, ഇപ്പോൾ ദൃശ്യങ്ങളിൽ തീയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ട്. പകരം പുകയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ശരിയാണോ? ശരിയാണ് ജിംസ്. നേരത്തെ തന്നെ നമ്മുടെ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. അതായത് ഈ ഭാഗത്തെല്ലാം തന്നെ ഇപ്പോൾ കാണുന്ന ഈ ഭാഗത്ത് വലിയ തോതിൽ പുറത്തേക്ക് കാണുന്ന തരത്തിൽ തീ ആളിക്കത്തിയിരുന്നു. ഇപ്പോൾ അത് അണഞ്ഞ് ഉള്ളിൽ ചെറിയ രീതിയിൽ തീ കത്തുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. തീ നിയന്ത്രണ വിധേയമാണ് എന്നല്ലെങ്കിൽ ഭാഗികമായി തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഡെപ്യൂട്ടി മേയർ അടക്കമുള്ളവർ പറയുന്നത്. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആശങ്ക ഉണ്ടായിരുന്നത് മറ്റു കെട്ടിടത്തിലേക്ക്, അതായത് ഇതിനോട് ചേർന്നുള്ള മറ്റു കെട്ടിടത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അത് തടയാനുള്ള അല്ലെങ്കിൽ അത് അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതൽ ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും തീ നിയന്ത്രണ വിധേയമാണ്, അല്ലെങ്കിൽ ഭാഗികമായി തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. വലിയ തരത്തിൽ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ കൂടി, അല്ലെങ്കിൽ അതിനുള്ള നിർദ്ദേശം കൂടി ഇതിനോടകം പോയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ മലപ്പുറത്തു നിന്നടക്കമുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിക്കും. അധികമായി കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ഫയർഫോഴ്സ് യൂണിറ്റുകളും ഇവിടേക്ക് എത്തിക്കുമെന്നാണ് നേരത്തെ മേയർ അടക്കമുള്ളവർ പറഞ്ഞത്. അതോടൊപ്പം തന്നെയാണ് അധികമായി മറ്റു ജില്ലയിൽ നിന്നടക്കം, അയൽ ജില്ലയിൽ നിന്നടക്കം കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടേക്ക് എത്തിക്കാനുള്ള നടപടികൾ കൂടി സ്വീകരിച്ചിട്ടുണ്ട്. പരമാവധി വേഗത്തിൽ തന്നെ ഈ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ, അല്ലെങ്കിൽ തീ പൂർണ്ണമായും അണയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് നിയന്ത്രണ വിധേയമായി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം നേരത്തെ കണ്ടതുപോലെ, നമ്മുടെ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടതുപോലെ തീ ആളിക്കത്തുന്ന ഭാഗത്ത് ഇപ്പോൾ ഏതാണ്ടൊരു ശമനമായിട്ടുണ്ട്. പക്ഷേ കനത്ത പുകയാണ് ഉയരുന്നത്. അപ്പോൾ ഈ പുക ഉയരുന്നത് ഒരു പക്ഷേ ഈ തീ അണയുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാകാം എന്നാണ് അനുമാനിക്കുന്നത്. ഏതായാലും വേഗത്തിൽ തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ വളരെ വേഗത്തിൽ പുരോഗമിക്കുന്നു. നേരത്തെ